അപ്പോൾ നമ്മുടെ ഡ്രൈ ക്ലൈമറ്റിന്റെ സബ് ഡിവിഷൻസിന്റെ കാര്യം നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പി ഉണ്ട്, അതുപോലെ ഡെസേർട്സ് ഉണ്ട്, അതുപോലെ സബ് ട്രോപ്പിക്കൽ ഉണ്ട്, മിഡ് ലാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഇനി നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ബി കാറ്റഗറിയിലുള്ള സബ് ട്രോപ്പിക്കൽ സ്റ്റെപ്പിയുടെ കാര്യം നോക്കാം. ഓക്കെ, അതെങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക? ബി, ക്യാപിറ്റൽ ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ എസ്, പിന്നെ എച്ച് ഫോർ ഇൻ ദ സ്മോൾ ലെറ്റർ എച്ച് ഫോർ സബ് ട്രോപ്പിക്കൽ. ഓക്കെ, ഇവിടെ നമുക്കറിയാം സബ് ട്രോപ്പിക്കൽ ആണ്. അത് കൂടാണ്ട് തന്നെ പ്രെസിപ്പിറ്റേഷൻ ഭയങ്കര കുറവായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ നേരത്തെ ഉള്ള തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രാസ് ലാൻഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇത് ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ ബി കാറ്റഗറിയിൽ വരുന്നതിൽ ഈ ഒരു ഗ്രൂപ്പ് എറൈഡിന്റെയും അതുപോലെ തന്നെ വെറ്റായിട്ടുള്ള ക്ലൈമറ്റിന്റെ ഇടയിലുള്ള ട്രാൻസിഷൻ സോണാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കാം, ഈ സബ് ട്രോപ്പിക്കൽ ഡെസേർട്സിന്റെ ഔട്ട്സ്കേർട്സിലായിരിക്കും ഈ സബ് ട്രോപ്പിക്കൽ സ്റ്റെപ്പി ഉണ്ടാവുക. ഓക്കെ, അത്ര ആലോചിച്ചിരിക്കാമല്ലോ. ശരി, ഇനി അടുത്ത വരുന്നതാണ് നമ്മൾ എന്താ പറയുക, സബ് ട്രോപ്പിക്കൽ സ്റ്റെപ്പിയുടെ അപ്പുറത്ത് കിടക്കുന്ന തൊട്ട് അത് ബോർഡർ ചെയ്യുന്ന എന്തിനായിരുന്നു എന്നാ പറഞ്ഞത്? സബ് ട്രോപ്പിക്കൽ ഡെസേർട്സിനെ. ഓക്കെ, ഏത് സബ് ട്രോപ്പിക്കൽ ഡെസേർട്സ്. അപ്പോൾ ഈ സബ് ട്രോപ്പിക്കൽ ഡെസേർട്സ് പറയുമ്പോഴത്തേക്ക് ഡെസേർട്സ് ആണ്. സ്റ്റെപ്പിയുടെ അത്രയും പോലും എന്താ വെജിറ്റേഷനും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആനിമൽസും ഉണ്ടാവില്ല, കുറവായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കോസ്റ്റിനോട് അടുത്ത് വരുന്ന സബ് ട്രോപ്പിക്കൽ ഏരിയാസ് ഉണ്ടാവും. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾഡ് കറൻസ് ആയിരിക്കും പോവാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസിൽ കൂടുതലും ഫോഗ് ഉണ്ടാവും. അങ്ങനെയുള്ള ഫോഗ് കൂടുതലുള്ളതിന് ഫോഗ് ഡെസേർട്സ് എന്ന് പറയാറുണ്ട്. അറ്റക്കാമ ഡെസേർട്ട് സൗത്ത് അമേരിക്കയിൽ, ചിലി, പെറുവിലൊക്കെ, അതുപോലെ ബജാ ഡെസേർട്ട്. ഓക്കെ, ഇത് നോർത്ത് അമേരിക്കയിൽ. അങ്ങനെയുള്ള ഡെസേർട്സ് ഒക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. ഇവിടെ ഭയങ്കര എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും. അതായത് രാത്രിയിൽ ഭയങ്കര ടെമ്പറേച്ചർ കൂടും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിബിയയിലൊക്കെ ഒരു 58-60 വരെയൊക്കെ ടെമ്പറേച്ചേഴ്സ് വരും. അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ അത്രയും കുറയും എന്ന് പറഞ്ഞാൽ 10-20 വരെയൊക്കെ താഴോട്ട് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ.